അയാളൊരു അധ്യാപകനാണ്, ഒരു ഡോക്ടറാണ്, ഒരു എഞ്ചിനീയറാണ്. സമൂഹം അംഗീകരിക്കണം. അപ്പോ സാമൂഹ്യമായ അംഗീകാരം, ശമ്പളം, ഒഴിവ് സമയം, അവധി, ഇതൊക്കെ വേണ്ടേ? നമുക്ക് ഈ ലോകത്ത് മാത്രം മതിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുനിയാവിലും നമുക്ക് ജീവിക്കണം, ആഖിറത്തിലും ജീവിക്കണം. ആഖിറത്തിൽ ജീവിക്കണമെങ്കിൽ അവധി വേണ്ടേ? നമുക്ക് കുറച്ചൊക്കെ ദഅവത്ത് നടത്താൻ കഴിയണ്ടേ? കുറച്ചൊക്കെ അടുത്ത് ഒരു 10 കൊല്ലം കഴിയുമ്പോ ഐസക്ക് നടത്തേണ്ടത് നിങ്ങളല്ലേ? ആ പുറത്ത് കസാലിട്ടിരിക്കുന്ന നിരച്ചവരൊക്കെ ഉണ്ടാവുമോ? അവരൊക്കെ റബ്ബിന്റെ വിളി കേട്ട് പോയിണ്ടാവില്ലേ? ആ സമയത്ത് ആരാതൊക്കെ നടത്തുക? അപ്പൊ നിങ്ങളാ വേണ്ടത്. അതിന് നിങ്ങൾക്ക് അവധി വേണ്ടേ? ഒഴിവ് വേണ്ടേ? നിങ്ങൾ ചിന്തിക്ക്, ഇതുണ്ടോ? ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതൊക്കെ ഉള്ള പണി, പെരും പണി. എന്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാം. അവൻ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ട്രാവൽസിന്റെ സോണൽ മാനേജറാണ്. വലിയ പോസ്റ്റാ. ഡൽഹിയിൽ സ്വന്തമായിട്ട് കാറുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, കുട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ സൗകര്യമുണ്ട്, എവറിത്തിങ്. അവൻ നാട്ടിൽ എപ്പോഴെങ്കിലും ഒക്കെ വരുള്ളൂ. 2 പോക്കറ്റിൽ 3 ഫോണാണ് അല്ലേ? എന്നെ വന്നിട്ട് എന്നറിയുമ്പോഴേക്ക് ഫോണിൽ, ഹലോ ഒരു മിനിറ്റേ, എന്തൊക്കെ വർത്താനം ഉണ്ടോ? അപ്പോഴേക്ക് പിന്നെ അത് വെച്ചു. എന്നിട്ട് പിന്നെ ഒരു മിനിറ്റേ, ഞാൻ പറയും എനിക്ക് 1 മിനിറ്റ് സമയമില്ല, ഈ ഫോൺ ചെയ്തോ, ഞാൻ പോവാ. ഒരു മനുഷ്യനോട് വർത്താനം പറയാൻ സമയമില്ല. ഫുൾ ടൈം മൂപ്പര് എൻഗേജ്ഡാ. എന്തിനാ അങ്ങനത്തെ പണി? എന്തിനാ അങ്ങനത്തെ പണി? ബാപ്പയെ കാണാൻ, ഉമ്മയെ കാണാൻ, അവരോട് സംസാരിക്കാൻ, ഭാര്യയോടൊന്ന് ചിരിക്കാൻ, മക്കളോട് വർത്താനം പറയാൻ, എല്ലാത്തിനും സമയമുള്ള ജോലി മതി. അല്ലാത്ത ജോലികൾ എടുക്കണ്ട കേട്ടോ. എത്ര പൈസ എന്നാലും എടുക്കണ്ട. അപ്പോ നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇനി പറഞ്ഞ സമയം ഉണ്ടാവില്ല. ഇതാ ഇനി ബോർഡ് നിങ്ങൾ കാണുന്നുണ്ട്. ശക്തി, വീക്ക്നെസ്, സ്ട്രെങ്ത്, ഓപ്പർച്യൂണിറ്റി. കണ്ടോ? ഞാൻ അടുത്ത നോക്ക്. നമ്മുടെ എബിലിറ്റി, സ്കില്ല്, ഇതൊക്കെ പരിഗണിച്ച് ജോലി ചെയ്യാവൂ. ഞാൻ 1-2 എക്സാമ്പിൾ കാണിച്ചെന്ന് അവസാനിപ്പിക്കാൻ. നിങ്ങൾക്ക് ബോർഡിൽ കാണാം 2 ചെക്കന്മാരെ കാണാം. എന്താ അവർക്ക് പണി? ഒരു പഴയ ബൈക്ക് തല്ലിപ്പൊളിച്ച് ഇരട്ടി വേഗത്തിൽ ഓടുന്ന ബൈക്കാക്കി മാറ്റി. അപ്പൊ ഈ ചെക്കന്മാർക്ക് എന്തിന്റെ സൂക്കട? ഇവർ പോയിട്ട് ഡോക്ടറായാലും എങ്ങനെ ഉണ്ടാവും? കണ്ടോ? ഡോക്ടറായ ഒന്നും പറയണ്ടല്ലോ, ഓന്റെ പരിപ്പൂർ അയച്ചെടുക്കും. കണ്ടോ? എന്നിട്ട് പിന്നെ അയാൾ ഇരട്ടി വേഗത്തിൽ ഓടും ആ ആസ്പത്രിയിൽ നിന്ന്. അപ്പൊ ഈ ചെക്കൻ എന്താക്കേണ്ടി? ഡോക്ടറാ? അധ്യാപകന് അല്ല. ഇവനാവേണ്ടത് അധ്യാപകനൊന്നല്ല, എഞ്ചിനീയർ തന്നെയാ. എഞ്ചിനീയർ ആയ അവനെ പിടിച്ചാൽ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു എഞ്ചിനീയറിംഗും പഠിക്കാതെ കുരുത്തക്കേട് ഒപ്പിച്ചേച്ച്. അപ്പൊ ഇവനെ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? ഓൻ പറക്കണ കാറൊക്കെ ഉണ്ടാക്കും. അടുത്തത് നോക്കിക്കോ. പച്ചവെള്ളത്തിൽ ബൈക്കിന് മൈലേജ് 120 കിലോമീറ്റർ അല്ലേ? ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്കൊക്കെ ബൈക്ക് ഓടിക്കാൻ അല്ലേ? നിങ്ങൾ ആലോചിക്കും. ഈ ചെക്കൻ എന്താ വേണ്ടത്? അടുത്തത് നോക്ക്. ഇവൻ എന്താ വേണ്ടത്? ഇത് വേറൊരു തരം ചെറുക്കൻ അല്ലേ? അടുത്തത് നോക്ക്. അബ്ന ഫാത്തിമ. പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. വിജ്ഞാന ശേഖരണ രംഗത്ത് അത്ഭുത പ്രതിഭയായ അബ്ന ഫാത്തിമ. ഈ പെൺകുട്ടി ഒരു പുസ്തകം എഴുതിയതാ. അപ്പൊ ഈ പെൺകുട്ടിക്ക് എന്താ കഴിവ്? എഴുത്തും വായനയുമാണ്. ലിറ്റററി കഴിവുള്ളത്. കണ്ടല്ലോ? അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട സാധനമാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ തീരൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ കഴിവുകളാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അറിയണം. ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഈ ലഹരിയിൽ ഇങ്ങനെ നടക്കുമ്പോ നമ്മളൊക്കെ മറന്നു പോവാണ്. ഇരുന്ന് ചിന്തിക്കണം. ഐസക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയാ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരുപാട് തന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഇല്ലേ? ഉപ്പ, ഉമ്മ, ഖബറ്, മരണം, പരലോകം, ഈ ലോകം തന്നില്ലേ? ഇതൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ചിന്തിക്കണം. എനിക്ക് എന്ത് കഴിവുള്ളത്? ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിഷ്ടമുള്ള ജോലി എത്ര നേരം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടി പറയുന്നു. എനിക്കിഷ്ടമുള്ള ജോലി എത്ര നേരം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓടിപ്പോണ്ടി വരും. നിങ്ങൾക്ക് കാണാം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആത്മഹത്യാ റിപ്പോർട്ടുകൾ. എങ്ങനെ വരുന്നത്? ഇഷ്ടമില്ലാത്ത ജോലി നമുക്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് കാറിന്റെ മെക്കാനിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കാറിന്റെ വർക്ക്ഷോപ്പ് തുടങ്ങിയ 10 മണി വരെ അവിടെ നിന്നാലും എനിക്ക് ബോറടിക്കില്ല. കാരണം ആ ജോലി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ എത്ര സംസാരിച്ചാലും എനിക്ക് ബോറടിക്കില്ല. കാരണം എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ആ ജോലിക്ക് നിങ്ങൾ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ജോലി മികച്ച ജോലിയായിട്ട് മാറ്റാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമയം ലേറ്റ് ആയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നേരുന്നു. ഇനി 3ാമത്തെ ഒരു സെഷൻ വരാനുണ്ട്.
നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സെഷനാണ്. നിങ്ങളെ കരിയറും കോഴ്സുകളും ഒന്നും ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. മറ്റു ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് ചോദിച്ചാൽ തീരില്ല. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഞാൻ ഉത്തരം പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൗമാരവും ജീവിതവും സംശയങ്ങളും ഇതെല്ലാം നിങ്ങൾ തുറന്ന് സംസാരിക്കണം. എന്തെങ്കിലും ചോദിക്കാൻ മടിയുള്ളവർ എഴുതി തരണം. ഞാനും ഇവിടെ സ്റ്റേജിലുണ്ട്, ഉത്തരം പറയാൻ ഞാനും തയ്യാറാണ്. ഞാനും സ്റ്റേജിലുണ്ട്. എന്റെ സംസാരം ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്നവരായി മാറാൻ റബ്ബ് സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ താക്കത്തും കരുത്തും നൽകുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയത്തിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, പഠനം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, നാം പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചാൽ, കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ, മനസ്സുവെച്ചാൽ നാം വിചാരിക്കാത്ത ഉന്നത തലങ്ങളിലേക്ക് നമ്മുടെ കരിയറിൽ, കോഴ്സിൽ നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന ഒരു ചിന്ത നമ്മൾക്ക് കൈമാറി ബഹുമാനനായ ജൗഹർ മുനവർ അദ്ദേഹത്തിന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുകയാണ്.